നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഫോറസ്റ്റുകാർ ചെല്ലുവാണ്. അപ്പൊ അവർക്ക് ആ തോക്കിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈതവനംകാട്ടില് തോക്ക് ഉപേക്ഷിച്ച് പോതായിരുന്നു സേതുവും പല്ലവിയൊക്കെ. അത് ഇന്ദ്രന്റെ തോക്കായിരുന്നു. അത് പല്ലവിയുടെ കയ്യിലായിരുന്നു. പല്ലവി അവനെ അടിച്ചു ഒതുക്കുന്ന സമയത്ത് പല്ലവിയുടെ കയ്യിലായിരുന്നു ആ തോക്ക്. പിന്നീട് ആ തോക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോരും ചെയ്തേ. അതിനെക്കുറിച്ച് മറന്നുപോയി. പക്ഷെ ആ തോക്കാണ് ഇപ്പൊ ഫോറസ്റ്റുകാരുടെ കൈ കിട്ടിയിരിക്കുന്നത്. അതൊരു തെളിവായിട്ട് അവരതും കൊണ്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുക. കാരണം അതിന്റെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ രാജലക്ഷ്മിയുടെ പേർക്കാണല്ലോ. അങ്ങനെ ഫോറസ്റ്റ് വണ്ടി വന്ന് നിൽക്കുന്ന അടുപ്പത്തിന് പാറും വിശ്വവും രാജലക്ഷ്മിയും കൂടെ ഇറങ്ങിച്ചെന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചു, ഇതിലാരാ? രാജലക്ഷ്മിന്ന് ചോദിക്കുക. അപ്പോഴേക്കും രാജലക്ഷ്മി, ഞാനാ സാറേ. അല്ല, നിങ്ങൾ കൈതവനം കാട്ടിൽ എന്തിനാ പോയെന്ന് ചോദിക്കുക. കൈതവനം കാട്ടിലോ? ഞാനെങ്ങോട്ടും പോയില്ല സാറേ. വെറുതെ കള്ളത്തരം പറയരുത് സാറേ, സത്യമായിട്ടും പറയണ, ഞാൻ ഒരിടത്തേക്കും പോയിട്ടില്ല. ഈ സമയത്ത് അയാൾ പറഞ്ഞു, ആ തൊണ്ടി മുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണ. അങ്ങനെ ആ തോക്കും കൂടെ ഉണ്ടെന്നു. ഇത് നിങ്ങളുടെ തോക്കല്ലേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ സാറേ ഇതിന്റെ പേര് നിങ്ങളുടെ പേരിലല്ലേ ഇതിന്റെ ലൈസൻസ്? അത് സാറേ എന്റെ തോക്ക് തന്നെയാ. ഇതെങ്ങനെയാ കാട്ടി വന്നു? അതിനുള്ള ഉത്തരം കിട്ടിയാൽ മതിയാവുള്ളൂ. ഡേറ്റ് സഹിതം പറഞ്ഞിട്ട് ഇന്ന ദിവസം നിങ്ങൾ ആ വനത്തിനുള്ളിൽ കടന്നു എന്ന് ചോദിക്കണം. അയ്യോ സാറേ, ഞാൻ കടന്നിട്ടൊന്നുമില്ല. അപ്പോഴേക്കും പാറുവിന് കാര്യം മനസ്സിലായി എന്താന്ന്. കാരണം ഇന്ദ്രനാണ് ഈ തോക്കും കൊണ്ട് പോയതന്ന്. അതും സേതു എണ്ണം പല്ലുവേശിയും കൂടെ ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ആ സമയത്ത് രാജലക്ഷ്മിയുടെ കയ്യിലേക്ക് വനിതാ ഫോറസ്റ്റ് ഓഫീസർ വന്ന് പിടിച്ചു. സത്യം പറയുന്ന നീക്കം നല്ലത്, അല്ലെങ്കിലുണ്ടല്ലോ. അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു, അയ്യോ സാറേ, ഇതെന്റെ മകനെടുത്താ. അപ്പം നിങ്ങളുടെ മകനാണ് അവിടെ പോയി നായാട്ട് നടത്തിയല്ലേ? അയ്യോ, നായാട്ടോ? അവൻ നായാട്ടൊന്നും പോയിട്ടില്ല. പിന്നെ എന്തിനാ അവൻ അങ്ങോട്ടേക്ക് പോയത്? സാറേ, അത് പിന്നെ ഞാന് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് പിടിച്ച് രാജലക്ഷ്മിയുടെ വലിക്കുകയാണ്. അപ്പോഴേക്കും പാറു പിടിച്ചു, സാറേ ഞാൻ പറയാന്ന് പറഞ്ഞു. ഈ സമയം രാജലക്ഷ്മി ഞെട്ടിപ്പോയി. പാറു പറഞ്ഞു, അതെ, ശരിക്കും പറഞ്ഞാല് നായാട്ടിനൊന്നും അല്ല ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറയാം. പിന്നെ എന്തിനാ പോയത്? അതെന്റെ ചേച്ചിയും ഭർത്താവിനെയും ഉപദ്രവിക്കാൻ വേണ്ടിട്ടോ. പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ടിഞ്ഞിപ്പോ രാജലക്ഷ്മി ഒരു ഞെട്ടലോട് കൂടി പാറുവിനെ നോക്കുവാണ്. അതുപോലെ തന്നെ വിശ്വം പോലും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അയാളത് മാത്രമല്ല, അവരുടെ നായാട്ടം നടത്തുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ രാത്രിയില്. കാരണം അതിനുള്ള തെളിവുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. സമയം രാജലക്ഷ്മിയോട് പറഞ്ഞു ഇങ്ങോട്ട് കയറാൻ പറയാണ്. രാജലക്ഷ്മി അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം രാജലക്ഷ്മി ആണല്ലോ തോക്കിന്റെ ലൈസൻസി. അപ്പൊ അവനാണല്ലോ കൊടുത്തു വിട്ടെ. അങ്ങനെ അവരെയും കൊണ്ട് ഫോറസ്റ്റുകാര് വീണ്ടും പൊന്നുമടത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ഭയങ്കര ടെൻഷനില്ല ലക്ഷ്മി. കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ല. 22 മണിക്കൂറാണ് ലക്ഷ്മിക്ക് വേണു സമയം കൊടുത്തിരിക്കുന്നത് ഈ വീട് വിട്ട് ഇറങ്ങാനായിട്ട്. നിന്നെ എനിക്കിവിടെ കാണണ്ട, ഇനി ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ലക്ഷ്മിയോട് അവിടെ വീട് വിട്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പൊ ലക്ഷ്മിയും ധർമ്മ സങ്കടത്തിലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേണു അങ്ങോട്ട് വന്നു. വേണു വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ സമയം ഏകദേശം തീരാറായി, നീ ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം. വേണുവേട്ടൻ എന്താ പറയണേ? ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ട് പോവാനാ? എനിക്ക് വേറൊരു നിവൃത്തിയില്ല വേണുവേട്ടാ. എനിക്ക് പോവാനൊരു സ്ഥലമില്ല. വേണുവേട്ടൻ എന്നെ പറഞ്ഞു വിടരുത്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നോട് തെറ്റ് ചെയ്തവളാണ്, എന്നെ വഞ്ചിച്ചവളാണ്. എന്നെ മാത്രമല്ല എൻ്റെ മോളെ. അങ്ങനെയുള്ള നിന്നെ ഇവിടെ ഞാൻ വെച്ചു പുലർത്തണല്ലേ? ഒരിക്കലുമില്ല. എൻ്റെ മോളുടെ ജീവിതമെങ്കിലും എനിക്കിനി സേഫ് ആക്കണം. നീ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം താറുമാറായിപ്പോ. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയാൽ മതിയാവുള്ളൂ. വേണുവേട്ടൻ അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ വേണു കൂട്ടാക്കിയില്ല. നീ നല്ലവളായിരുന്നെങ്കിൽ എന്നോട് ഒരിക്കലെങ്കിലും നീ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും. നീ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഇത്രയും കാലം ഞങ്ങളെ വഞ്ചിക്കുമല്ലേ ചെയ്തേ? മറ്റുള്ളവരുടെ നാവിൽ നിന്ന് അധികം അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള വേദന എന്താന്ന് നിനക്കറിയില്ല. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. അന്യനൊപ്പം പോയി ഉറങ്ങിയിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറം അതൊക്കെ പറഞ്ഞിങ്ങനെ വേണു രോഷാകുലനാകുവാണ്. അപ്പോഴേക്കും മയൂരി അങ്ങോട്ട് വന്നു. ഈ സമയത്ത് ലക്ഷ്മി, മോളെ മയൂരി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ആ സമയം മയൂരി പറഞ്ഞു, അമ്മ ചെയ്ത തെറ്റ് തന്നെയല്ലേ? അമ്മയ്ക്ക് അച്ഛനോടെങ്കിലും സത്യാവസ്ഥ തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? ഇത്രയും നാളായി. എന്നിട്ട് അമ്മ ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്? മോളെ, അത് പിന്നെ എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. ഇനി കൂടുതൽ അമ്മ പറയണ്ട. എനിക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും വേണു പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞല്ലോ 22 മണിക്കൂറിൽ നീ ഈ വീട് വിട്ടു പോയിക്കോണം. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, അച്ഛാ
അത് വേണോ അമ്മയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണ്ട. പറഞ്ഞു വിടണം മോളെ. ഇവിടെ നിന്നിട്ടാണെങ്കിൽ മോളുടെ ജീവിതം തകർന്നു പോകും. അത് സാരമില്ല അച്ഛാ, എന്റെ ജീവിതം പോയിക്കോട്ടെ, പക്ഷെ അമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിടല്ല. മയൂരിക്ക് അത്ര കാര്യമാണ് ലക്ഷ്മിയെ. പക്ഷെ അതിന് വേണു സമ്മതിച്ചില്ല. വേണു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി മയൂരിയോട് പറഞ്ഞു, മോളെ ഞാന് വേണ്ടമ്മ, അമ്മ ചെയ്ത തെറ്റല്ലേ, അച്ഛനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിലോ. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നും പറഞ്ഞിട്ട് മയൂരി അങ്ങോട്ട് പോയി. തന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുന്ന ഒരു തോന്നല് ലക്ഷ്മിയുടെ മനസ്സിലുണ്ടാവുകയാണ്. തനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം പോലും എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ലക്ഷ്മിയുടെ ഉള്ളില്. താൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പ് താൻ വേണുവിന്റെ അമ്മയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ തനിക്കൊരു കുഞ്ഞുണ്ടെന്നും തനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നൊക്കെയുള്ള കാര്യം, അവിടുന്ന് വീട് വിട്ട് പോന്നാന്നൊക്കെയുള്ള കാര്യം സർവ്വ ഡീറ്റെയിൽസും പറഞ്ഞ. പക്ഷെ മായാവതി ആ കാര്യങ്ങളൊന്നും വേണുവിനോട് പറഞ്ഞില്ല. അതാണിപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണം. ഇതേ സമയത്ത് ഇന്ദ്രനെ അന്വേഷിച്ച് പൊന്നുമടത്തിലേക്ക് ഫോറസ്റ്റുകാർ വീണ്ടും ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിന് അവിടെ സേതുവും പല്ലവിയും പൂർണ്ണിമയും അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഋതു ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ മാത്രം അകത്തായിരുന്നു. വീണ്ടും അവരും കൂടി ചെല്ലുന്ന കണ്ടപ്പത്തേനും പൂർണ്ണിമ എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ സാറേ, എന്താ കാര്യം, എന്താ കാര്യം എന്താന്നോ, ഇവിടെയല്ലേ ഇന്ദ്രജിത്ത് താമസിക്കുന്നതെന്ന് ചോദിക്കാണ്. അതെ. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, ഇതേ ഈ നിൽക്കുന്ന എന്റെ മകളുടെ ഭർത്താവാ. ഓ, മുമ്പേ കാണിച്ചിരുന്നു അയാളായിരുന്നു, അയാൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയണം. അപ്പോഴേക്കും പൂർണ്ണിമ ചോദിച്ചു, അല്ല എന്താ സാറേ കാര്യം, കാര്യമൊക്കെ അയാൾ വരുമ്പോൾ ഞങ്ങൾ പറയാം, ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുവാണ്. പൂർണ്ണിമ അവനെ പോയി വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഋതുവിനൊന്നും കാര്യമൊന്നും മനസ്സിലായില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അങ്ങോട്ട് വന്നു. ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു, എടോ മുമ്പേ നിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിന്നല്ലേ, നിന്റെ കാണിച്ചറിയാന്ന് പറഞ്ഞ് കാരണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കുവാണ്. നീ നായാട്ടിന് ഇറങ്ങുമല്ലേ. അത് കേട്ടതും ഇന്നോട്, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ, അവനെ അവിടെ ഇടിച്ച് ഇഞ്ച പരുവാക്കുവാണ്. അപ്പോഴേക്കും ഇടയ്ക്കിലേക്ക് സേതു കയറി. സേതു സാറേ ഇനി ഇവിടെ ഇട്ട് തല്ലല്ലെന്ന് പറയണേ, കാരണം ഋതുവൊക്കെ നോക്കി നിൽക്കുക. ഇവിടെ ഇട്ട് തല്ലല്ലെന്നോ, തന്റെ പേരല്ലേ സേതു, താൻ തന്നെ ഇത് പറയണം. തന്നെ തന്റെ ഭാര്യയെ ആക്രമിക്കാനല്ലേ ഇവനാ കൈതവനത്തിലേക്ക് വന്നേന്ന് ചോദിച്ചു. ഒരു നിമിഷം പൂർണ്ണിമ ഋതുവൊക്കെ ഞെട്ടിപ്പോയി. പല്ലവി സേതുവിനെ ഞെട്ടലോടെ നോക്കി. അപ്പൊ സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ദ്രനും അതുപോലെ തന്നെയായിരുന്നു. ആ സമയത്ത് പൂർണ്ണിമ വെച്ച്, സാർ എന്തായി പറയണേന്ന് ചോദിക്കുക. ഇവരോട് തന്നെ ചോദിച്ചു നോക്ക്, ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാ അയാൾ ആ രാത്രി അങ്ങോട്ടേക്ക് പോയത്. ഇന്ദ്രന് ഇത് കേട്ടപ്പം രാജേഷ്മി ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു. സത്യമാണ്ടായി കേട്ടത്, ഇവര് പറഞ്ഞ സത്യമാണോന്ന്. അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞു തീരുവല്ല, കാരണം തീർത്ത് ഒരൊറ്റ അടിയായിരുന്നു അവന്റെ. ഈ സമയത്ത് ഫോറസ്റ്റുകാർ പറഞ്ഞു, വാടാ ഇങ്ങോട്ട്, നിനക്കുള്ള പണി തരാം. നീ കാട്ടിൽ കയറൂല്ലേ, കാട്ടിൽ കയറി വേണ്ടാത്ത പരിപാടികൾ കാണിക്കൂലേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ തൂക്കി എടുത്തോണ്ട് ഫോറസ്റ്റുകാരും കൂടി പോവാണ്. ഋതുവൊക്കെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ഋതു അപ്പോഴേക്കും ഇറങ്ങി വന്നിരിച്ചു, എന്താ ചെയ്തോട്ടെ കേൾക്കണേ, നിങ്ങൾ കൈതവനം കാട്ടിലേക്ക് പോയപ്പം ഇവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ. അത് പിന്നെ ഋതു സത്യം പറ, എനിക്ക് സത്യാവസ്ഥ എന്തെന്നറിയണം. അപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴേക്കും അച്ചുവൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൈതവനം കാട്ടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സേതുവും പല്ലവിയും കൂടെ വിസ്തീരിക്കുവാണ് എന്തൊക്കെയാ നടന്നതെന്ന്. ആ സമയത്ത് ഋതുവിന് മനസ്സിലായി എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്ര പോയത്. പിന്നീട് വന്ന് ഒരു ദിവസം കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ അതൊക്കെ ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് പല്ലവി അനുഭവിച്ച വേദനകളൊക്കെ അവിടെ, കാരണം കൊല്ലാൻ വന്നതും നശിപ്പിക്കാൻ ചെന്നതായ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പറയുമ്പോൾ പല്ലവി രോഷം കൊണ്ട് പല്ലവിക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ഇന്ദ്രനോട്. അതേ അവസ്ഥ തന്നെയായിരുന്നു ഋതുവിനും ഉണ്ടായിരുന്നത്. കാരണം ഋതുവും പ്രതികരിച്ചില്ല. ഋതു പറഞ്ഞു, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പല്ലവി നീ എന്താ ഞങ്ങളോട് ആരും പറയാതിരുന്നേ. അത് പിന്നെ നീ ഗർഭിണിയല്ലേ ഋതു, നിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതി. അച്ചു പറഞ്ഞു, നേരത്തെ പറയാൻ മേലായിരുന്നു ചേച്ചി, എങ്കിൽ അവന്റെ കണ്ണം തീർത്ത് ഞാനൊന്ന് പൊട്ടിക്കുമായിരുന്നല്ലോ. കുറെ കഷ്ടമുണ്ട്. ഇത്രയും നാളായിട്ട് ശ്രീഹരി പോലും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രീഹരിയും കൂടെ ചെന്നിട്ടല്ലേ അവരെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്തേ. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനും സേതു പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണം. അപ്പോഴേക്കും പൂർണ്ണിമ സേതുവിന്റെ നെഞ്ചിലേക്ക് തളർന്നു വീണ് പൊട്ടിക്കരയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അവനെ വീണ്ടും ഞാൻ വിശ്വസിച്ചു, അവനെ നല്ലവനാവുന്നു അവന്ന് കരുതി. പക്ഷെ അതൊക്കെ വെറുതെ ആയി പോയല്ലോടെ മോനെ, ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കാം. അമ്മ വിഷമിക്കാതെ, കാരണം അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നല്ലേ പൂർണ്ണിമയ്ക്ക്, ഇനി അങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് സേതു അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്.
പോട്ടേന്നും പറഞ്ഞു. പക്ഷെ ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. കാരണം ഇത്രയും വലിയ ചതി ചെയ്തിട്ടാണ് അവൻ തന്നോടൊപ്പം വന്ന് കിടക്കുന്നത്. അവന്റെ ദുഷ്ടത്തരം ഇതിനായിട്ട് തീരാറായിട്ടില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. സഹിക്കും തോറും തലയിൽ കയറി നിരങ്ങുക. ഋതു ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും പല്ലവിക്കൊക്കെ ടെൻഷനായി. ദൈവമേ, പാവ ഋതുവിന്റെ കാര്യം ഓർത്തിട്ടാ ഇത്രയും കാലം ഒന്നും മിണ്ടാതിരുന്നേ. ആരറിയില്ലെന്ന് കരുതിയോ അവരൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഈ സമയത്ത് നല്ല രീതി പോലീസുകാരുടെ ഇടി പോലെയല്ല, ഫോറസ്റ്റുകാരുടെ നല്ല രീതിയിൽ തന്നെ തല്ലി ചതയ്ക്കുകയാണ് ഇന്ദ്രനെ ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട്. ഇന്ദ്രന് ഏതായാലും നല്ല പണി തന്നെ കിട്ടി. ഈ പറഞ്ഞ സേതുവും പല്ലവി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയില്ലെങ്കിലും ഇന്ദ്രൻ ചെയ്ത കുള്ളരുതായ്മയ്ക്ക് ഇന്ദ്രന് വേറെ വഴിയിലൂടെ തിരിച്ചടി കിട്ടുകയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് പുതിയ കഥയായ നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതും നമ്മുടെ ചാനലിനകത്ത് മഹാമ്പഴത്തിനകത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.